ഹായ് ഹലോ. അങ്ങനെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് റെഡി ആയിക്കൊണ്ടിരുന്നു കേട്ടോ അല്ലുവിനെ വിളിക്കാൻ പോകാനായിട്ട്. അപ്പോൾ രാവിലെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കണമെന്ന്. കാര്യം കുറച്ച് ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഇരുന്നിരുന്നിരുന്ന് അത് കിളിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയും അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചീത്തയായി പോകത്തേ ഉള്ളൂ. അങ്ങനെ രാവിലെ ഞാൻ ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നു, തണുപ്പ് പോകാനായിട്ട്, ഐസ് പോകാനായിട്ട്. അങ്ങനെ അതും എല്ലാം ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിനകത്ത് ആ കിളിച്ച പോർഷനൊക്കെ ഞാനിങ്ങനെ വെട്ടി മാറ്റി കേട്ടോ. കിളിപ്പിച്ച് നോക്കാം, കിളിച്ചാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അതെല്ലാം നല്ലപോലെ കഴുകി വേവിക്കാൻ വെച്ചു. പിന്നെ ചിക്കനും എടുത്ത് കഴുകി വേവിക്കാനായിട്ട് വെച്ചു. ഐസ് പോയില്ലായിരുന്നു, പിന്നെയും കുഴപ്പമില്ല. ഞാനത് വേവിക്കാൻ വെച്ചു. അപ്പോൾ ചിക്കൻ വേവിക്കുന്നതിനകത്തോട്ട് ആ വെള്ളത്തിനകത്തോട്ട് മഞ്ഞളും ഉപ്പും കുരുമുളകും ഇടണം. പൊടിച്ചതല്ല, കുരുമുളക് ആസിഡ്സ് ഇട്ടിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം പറ്റിച്ച് എടുക്കണം. ചിക്കൻ വേവുന്നത് ഊറ്റിക്കളയാനല്ല, ഊറ്റിക്കളഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റെല്ലാം പോവും. അപ്പം ഈ കട്ട്ലറ്റ് ഇപ്പോൾ ഉണ്ടാക്കാൻ കാരണം വേറെ ഒന്നുമല്ല. സൺഡേ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോയായിരുന്നല്ലോ. അപ്പോൾ അവിടെ കട്ട്ലറ്റ് ആൻറ്റി ഉണ്ടാക്കി. അപ്പോൾ ആൻറ്റി ഉണ്ടാക്കിയത് ബീഫിൻ്റെ കട്ട്ലറ്റാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കുന്ന ബീഫിൻ്റെ കട്ട്ലറ്റാണ്. ബീഫിൻ്റെ കട്ട്ലറ്റ് തന്നെ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ബീഫ് ഇല്ലാതെ ചിക്കൻ ഇരുന്നത് കൊണ്ടാണ് ചിക്കൻ്റെ കട്ട്ലറ്റ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല പനി, അതാ സൗണ്ടൊന്നും ഇല്ലാത്ത കേട്ടോ. വീഡിയോ ഇടാഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല പനിച്ച് കിടപ്പായിരുന്നു. അങ്ങനെ അത് അവിടെ വേവിക്കാൻ വെച്ച് ഞാൻ വിളിക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ, അത്രയും നേരം വേകട്ടെ, അത് കഴിഞ്ഞ് ബാക്കി വന്നിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ വന്നിരുന്ന് വീണ്ടും സിനിമ കണ്ടു. അപ്പോഴത്തേക്ക് സമയമായി പോകാനായിട്ട്. അങ്ങനെ ഞാൻ അല്ലുവിനെ വിളിച്ചിട്ട് വന്നപ്പോൾ ഇത്രയും വെള്ളം പറ്റിയായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് അത് മുക്കാലോളം വെച്ചായിരുന്നു. ചിക്കൻ മുങ്ങി നിൽക്കുന്നത് അത്രയും വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഫുള്ള് നല്ല പറ്റിച്ചെടുത്തിട്ട് ഉള്ളി, ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാര്യം ചിക്കൻ്റെ അളവ് എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഏകദേശം ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഒരുപാട് വേണം. അതിൻ്റെ ഒരു 3/4 മതി ഉരുളക്കിഴങ്ങ്. പക്ഷേ എനിക്ക് തിരിഞ്ഞു പോയി. ഞാൻ ചെയ്തപ്പം ഉരുളക്കിഴങ്ങ് കൂടിപ്പോയി, ചിക്കൻ കുറവായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും എൻ്റെ കയ്യിലിരുന്നത് കുഞ്ഞു സവാളയായിരുന്നത്. അത് അത്രയും സവാള കണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിനെ അനുസരിച്ച് ഉള്ളി എടുക്കുക. ഉള്ളി മാത്രമല്ല, ഉള്ളി, പച്ചമുളകും ഇഞ്ചിയും ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്ത് ഞാൻ ചോപ്പറിനകത്തിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. അതും ചിക്കനും ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചതാണ് നിങ്ങൾ കണ്ടത്. ചോപ്പറിനകത്തിട്ട് മിക്സിക്കകത്തിട്ടടിച്ച് അതങ്ങ് പൊടിയായി പോവും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ചോപ്പറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ ഇതുപോലെ ഇങ്ങനെ നല്ല ഇതായിട്ടിട്ട് അപ്പോൾ കടിക്കാൻ കിട്ടും നമുക്ക് ചിക്കൻ. അങ്ങനെ ഇതെല്ലാം കൂടെ വന്നിട്ട് വഴറ്റി അതിൻ്റെ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് പൊടിച്ചിടാം. അപ്പോൾ അതും കൈകൊണ്ട് സൗണ്ടില്ല തീരെ. അപ്പോൾ അതും കൈകൊണ്ട് പൊടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും ഒരു ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് മൊത്തം ഒന്നും കൂടെ എല്ലായിടത്തും അതാവുന്നത് വരെ അടുപ്പേ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അടുപ്പ് ഓഫ് ചെയ്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിതിപ്പോൾ വൈകിട്ട് ഇപ്പോൾ തന്നെ കഴിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനത് കൊണ്ടുവന്ന് ഫാൻ്റെ അടിക്ക് വെച്ചു തണുക്കാനായിട്ട്. അപ്പോൾ അത് തണുക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ പൊരിക്കാനുള്ള, ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഇത് അവിടെ കിടന്ന പാത്രമല്ല ഞാൻ കഴുകി വെച്ച്. പിന്നെ ഇനി അതിനായിട്ട് മെനക്കെടണ്ടല്ലോ. പൊരിക്കാൻ വേണ്ടി ഒന്നുമില്ല, മുട്ടയും വേണം, പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ ഇത് രണ്ടും, മുട്ട ഒരു 4 അല്ലെങ്കിൽ 5 മുട്ട മതിയാവും. ഇത്രയും ഇതൊരു എങ്ങനെ പോയാലും ഇപ്പം ഞാൻ ഉണ്ടാക്കിയ മിക്സിൽ ഒരു 30-35ഓളം കട്ട്ലറ്റ് കിട്ടും. ഞാനിവിടെ 4 മുട്ട എടുത്തേക്കുന്നത്. ആ മുട്ടയ്ക്കകത്തോട്ടൊരു ഇച്ചിരി ഉപ്പ് ഈ എല്ലാ വേവുന്ന സ്റ്റേജിലും ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. കാര്യം ഉപ്പ് അറിയാമല്ലോ, എനിക്കെപ്പോഴും കൂടി പോകാറുണ്ട്. അങ്ങനെ ഞാൻ മുട്ട ഇട്ട് അടിച്ചുകൊണ്ടിരുന്നപ്പോഴും അല്ലുമോളും വന്ന് ഞാനും ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിൽ റസ്ക് ഇരിപ്പുണ്ടായിരുന്നു, അതായത് ലെഫ്റ്റ് ഓവർ റസ്ക് വരുമല്ലോ പൊടിഞ്ഞതൊക്കെ. അപ്പോൾ ഞാൻ അത് എടുക്കാമെന്നാണ് വിചാരിച്ച്. പിന്നെ റസ്കിനാകെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരം ഉണ്ടാവും റസ്കിന്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, അത് ടേസ്റ്റാണ്. അതിനകത്തൊരു ഇച്ചിരി ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിട്ടു. പിന്നെ വേറെ മറ്റേ പാക്കറ്റിലെ റസ്കും കുറച്ചും ഇട്ട് അടിച്ചിട്ട് 2-3 പീസ് ബ്രെഡും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ മോയ്സ്ചറിലിരുന്നോളൂ അത്. അങ്ങനെ അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കണം. നല്ല ഇച്ചിരി പൊടിക്കാൻ അത് പാടാണ്, പൊടിച്ചെടുക്കണം. ചിലരിത് ഒന്നും കൂടെ ഫ്രൈ ആക്കി എടുക്കും, നമ്മുടെ പാനിലിട്ട് ഒന്നും മൊരിയിച്ചെടുക്കും. അതും നല്ലതാണ്, അപ്പോൾ ക്രിസ്പിനെസ് കൂടും. പക്ഷേ വേണ്ട, ഇതിപ്പോൾ നമുക്ക് കഴിക്കാനല്ലേ, വേറെ ആർക്കും അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മതി, ഇതൊക്കെ തന്നെ ധാരാളം.
അത് കഴിഞ്ഞ് ഇതെല്ലാം അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനും വല്ലപ്പോഴും പപ്പായ്ക്കും മമ്മിക്കും മാത്രം ഉണ്ടാക്കിയതില്ല. അപ്പോൾ ബാക്കി നമുക്ക് ഇതിപ്പോഴും ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ആവശ്യമുള്ള പോലെ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാം. അപ്പോൾ കൈ കൊണ്ട് നല്ല ചൂട് പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ആ വലിയ പീസ് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഉടച്ച് കൊടുക്കാം. അങ്ങനെ നല്ലപോലെ ഉടച്ച് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്ത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ടാക്കി. ഇച്ചിരി പാടാണ്, എപ്പോഴും ചെയ്യുന്നവർക്ക് പാടില്ല, നമ്മൾ വല്ലപ്പോഴും അല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഷേപ്പാക്കിയിട്ട് നമ്മുടെ ആ എഗ്ഗില്ലേ, മുട്ടയുടെ അടിച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് മുക്കി നല്ലപോലെ ഒന്ന് മുക്കി എടുത്തിട്ട് ആ ബ്രെഡ് ക്രംസിനകത്തോട്ടും കൂടി ഒന്ന് നല്ലപോലെ കോട്ട് ചെയ്ത് ഒന്നും കൂടെ നല്ലപോലെ ഷേപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് വേഗം ഓരോന്നോരോന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് ഒരു 10-15 എണ്ണം ഇതേ കണക്ക് റോൾ ചെയ്തെടുത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ നിന്നാൽ എളുപ്പമായിരിക്കും. അപ്പം എനിക്കിത് ചെയ്യാൻ വലിയ സ്പീഡൊന്നുമില്ല, കാര്യം വല്ലപ്പോഴും ചെയ്യുന്നതല്ലേ. പക്ഷേ എപ്പോഴും ചെയ്യുന്നവർക്ക് ഇത്രയും പാടൊന്നുമില്ല കേട്ടോ. 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാനിത് ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. രാത്രി 8 മണിയായപ്പോഴാണ് ഞങ്ങൾ കഴിച്ചത് തന്നെ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെയാണ്, സാരമില്ല. അപ്പോൾ നല്ലപോലെ ബ്രെഡ് ക്രംസിനകത്താക്കി. കാര്യം ഇതിപ്പോൾ മുട്ടയിൽ മുക്കുന്നത് അതിൻ്റെ ആ ഒരു ബൈൻഡിങ് ആയിട്ട് ഇരിക്കാനായിട്ടാണ്, ഒരു ബൈൻഡിങ് ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് മുട്ടയിൽ മുക്കുന്നത്. അതിന് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ മുട്ട സ്കിപ്പ് ചെയ്തിട്ട് ചെയ്താൽ മൊത്തം പൊടിഞ്ഞ് വരിക, അവസാനം ഉപ്പുമാവ് പോലെ തിന്നേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കട്ട്ലറ്റ്. അതുകൊണ്ട് ആ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് മുട്ടയിൽ മുക്കി തന്നെ എടുക്കണം. വെജിറ്റേറിയൻസിന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വെജിറ്റേറിയൻസിന് ചിലപ്പം മൈദയും കോൺഫ്ലവറും കൂടെയൊക്കെ കലക്കിയിട്ട് അതിനകത്ത് ഇതാകാം. പിന്നെ ചിക്കന് പകരം പനീറും ഇടാം. വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ആക്കാമല്ലോ. അങ്ങനെ നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഒരെണ്ണം ട്രയലായിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അടുത്തത് എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ ചെറിയ ചട്ടി ആയതുകൊണ്ട് 3 വെച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റ് അല്ലുമോളാണ്. അങ്ങനെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി കുറച്ച് സോസും ഒക്കെ ആയിട്ട് അല്ലുമോൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ബാക്കി ഞാൻ കട്ട്ലറ്റെല്ലാം അപ്പം തന്നെ ആക്കി വെക്കണം കേട്ടോ. അപ്പം അല്ലുമോളുടെ സർട്ടിഫിക്കറ്റ് കിട്ടി കൊള്ളാമെന്നുള്ളത്. പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതേ പ്രൊസീജിയറിൽ ചെയ്ത് നല്ലൊരു കണ്ടെയ്നറിൽ എയർ ടൈറ്റ് ആക്കി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.